എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് എടുത്തിരുന്ന ടോപ്പിക് ഏതാണ്? ലബോറട്ടറി എക്കോസിസ്റ്റം ആണ്. അതിൽ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലബോറട്ടറി സേഫ്റ്റിയുടെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? സേഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലബോറട്ടറിയിൽ നമ്മൾ എന്തെല്ലാം സേഫ്റ്റി മെഷേഴ്സ് ആണ് എടുക്കേണ്ടതുള്ളത്, പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സേഫ്റ്റി എക്യുപ്മെന്റ്സ് എന്താണെന്ന് ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. എന്തൊക്കെ സേഫ്റ്റി എക്യുപ്മെന്റ്സ് ആണ് ഒരു ലാബിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പിന്നെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ലബോറട്ടറി എമർജൻസി പ്ലാനിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്തെങ്കിലും ഒരു എമർജൻസി വരുവാണെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ആ ഒരു എമർജൻസി പ്ലാനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ എന്തായിരുന്നു? സേഫ്റ്റി ഡിസൈൻ ഇൻ ലാബ്, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതുപോലെ തന്നെ എന്തായിരുന്നു? ഇലക്ട്രിക്കൽ സർവീസും അതിന്റെ സേഫ്റ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലെ. പിന്നെ ലാബിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചേഴ്സിനെ കുറിച്ചൊക്കെയുള്ള അതിന്റെ സേഫ്റ്റിനെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഈ ക്ലാസ്സിൽ നമുക്ക് അതിന്റെ പാർട്ട് 2 ആയിട്ടുള്ള കെമിക്കലൊക്കെ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പൊ ആ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ലാബില് വളരെയധികം ഹൈ എമൗണ്ടിൽ അല്ലെങ്കിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ നമ്മൾ ലാബിൽ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഈ ഉള്ള കെമിക്കൽസ് എല്ലാം തന്നെ അത് സ്റ്റോർ ചെയ്യുന്നതും സേഫ് ആയിട്ട് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യണം. അതുപോലെ തന്നെ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് നമ്മൾ കെമിക്കൽസ് ലാബിൽ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യുമ്പോഴൊക്കെ എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ എന്ത് വേണം? ആ ലാബിലുള്ള എല്ലാവരും തന്നെ എന്തൊക്കെ കെമിക്കൽസ് ആണ് അവിടെ ഉള്ളതെന്നും അത് എങ്ങനെയൊക്കെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഒരു ധാരണ ഉണ്ടായിരിക്കണം അവർക്ക് അല്ലെ. അതിൽ നിന്ന് എന്തൊക്കെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരും, അല്ലെങ്കിൽ അത് എന്തോരം ഡേഞ്ചർ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ അത് സ്റ്റോർ ചെയ്യുമ്പോഴും ഹാൻഡിൽ ചെയ്യുമ്പോഴും എല്ലാം പ്രിക്കോഷൻസ് എടുത്ത് വേണം കെമിക്കൽസ് നമ്മൾ ലാബിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അതുപോലെ തന്നെ ഈ ഒരു കെമിക്കൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, വളരെയധികം കെമിക്കൽസ് ലാബിൽ കാണും. അപ്പൊ അതെല്ലാം കൂടി നമ്മൾ ഒരു ഡേറ്റ പോലെ സൂക്ഷിച്ചിരിക്കണം ലാബില്. ആ ഒരു ഡേറ്റയ്ക്ക് എന്താണ് പറയുന്നത്? മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് എന്നാണ് പറയുന്നത്, MSDS കേട്ടോ. അപ്പൊ MSDS എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലാബിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന എല്ലാ കെമിക്കൽസിന്റെയും A to Z എല്ലാ കെമിക്കൽസിന്റെയും എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന റെക്കോർഡിനെയാണ് എന്തെന്ന് പറയുന്നത്? മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ആ ഒരു കെമിക്കലിന്റെ ടോക്സിസിറ്റി, അതിന്റെ റിയാക്ടിവിറ്റി, അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ വിവരങ്ങളും ആ ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റിൻ്റെ അകത്ത് ഉണ്ട്. അതെല്ലാ ലാബിലും അതൊരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുകയും വേണം. അതുകൂടാതെ കമ്പ്യൂട്ടറിൽ ഒരു പ്രത്യേകം ഫോൾഡറിൽ ഈ ഒരു MSDS ഉണ്ടായിരിക്കണം. അത് ആ ലാബിലുള്ള എല്ലാവർക്കും തന്നെ അത് ഏത് ഫോൾഡറിലാണെന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഒരു കെമിക്കലിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്ന് പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കൊരു സംശയം വരുമ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം? ഈ ഒരു MSD ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ കെമിക്കൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തെല്ലാം പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നോക്കി മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? MSDS. അപ്പൊ അത് എപ്പോഴും ഒരു ഹാർഡ് കോപ്പി ലാബില് അവൈലബിൾ ആയിരിക്കണം. അതിന്റെ MSDSന്റെ ഒരു ഹാർഡ് കോപ്പി എപ്പോഴും ലാബില് അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പറയുന്നത്? ഡിസ്ക്രൈബ്സ് ദ പ്രോപ്പർട്ടി, റിയാക്ടിവിറ്റി, പൊട്ടൻഷ്യൽ കെമിക്കൽ ഹസാർഡ് ആൻഡ് സേഫ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ അല്ലെ. ഒരു കെമിക്കലിന്റെ എന്തൊക്കെയാണ് ആ ഒരു MSDക്കകത്ത് പറയുന്നത്? അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുന്നു, അതിന്റെ റിയാക്ടിവിറ്റീസിനെ കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ കെമിക്കൽ ഹസാർഡ്, ആ ഒരു കെമിക്കൽ മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ കെമിക്കൽ ഹസാർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നു അല്ലെ. അതുപോലെ തന്നെ ആ ഒരു കെമിക്കൽ എങ്ങനെയാണ് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള പ്രൊസീജിയേഴ്സും ആ ഒരു ഡേറ്റ ഷീറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റിൻ്റെ അകത്ത് പ്രൊവൈഡഡ് ആയിട്ടുണ്ട്. ഓക്കെ, അത് എല്ലാ വർക്കേഴ്സിനും അത് ഏത് ഫോൾഡറിലാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അത് ആർക്കാണെങ്കിലും ആ ഒരു ലാബിലുള്ള ആരോട് ചോദിച്ചാലും അത് ഏത് ഫോൾഡറിലാണുള്ളതെന്നും അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാത്തിനെ കുറിച്ചും നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ,
അതുപോലെ തന്നെ എന്താണ് ഈ ഒരു MSDS ലോഗ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം പുതിയ പുതിയ കെമിക്കൽസ് ഒക്കെ ഉത്ഭവിക്കാനോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനോ ഒക്കെ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള പുതിയ പുതിയ കെമിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ റിയാക്ടിവിറ്റി ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് പുതിയ പുതിയ വെർഷൻ എപ്പോഴും നമ്മുടെ ആ ഒരു ഫോൾഡറിനകത്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ലാബ് തുടങ്ങിയ കാലത്ത് ഒരു MSD ഉണ്ട്, ഓക്കെ അത് മതി എന്നുള്ള ഒരു ധാരണയിൽ ഇരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ പുതിയ പുതിയ കെമിക്കൽസ് വരുന്നതിനനുസരിച്ച് നമ്മുടെ MSDSഉം മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അല്ലെ. അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. എങ്കിൽ മാത്രമല്ലേ അതുകൊണ്ട് ഒരു പ്രയോജനമുള്ളൂ. അല്ലാതെ ഇതിൽ പഴയ കെമിക്കൽസ് മാത്രമേ ഉള്ളെങ്കിൽ പുതിയ കെമിക്കൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാകാതെ പോകും അല്ലേ. അപ്പോൾ ഈ ഒരു MSDS ആ ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെൽ അനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഇത് നമ്മുടെ എന്താണ് ഓരോ കെമിക്കൽ ബൈ കെമിക്കലായിട്ട് ഒരു എംപ്ലോയി ആ ഒരു കെമിക്കലിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് എല്ലാ എംപ്ലോയീസിനും മനസ്സിലാകുന്ന രീതിയിലാണ് ആ ഒരു ഷീറ്റ് നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ എംപ്ലോയിക്കും ഓരോ കെമിക്കൽ ബൈ കെമിക്കൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് ധാരണയും കിട്ടും അല്ലേ. പിന്നെന്താണ് ഈ ഒരു MSDS സാധാരണയായിട്ട് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെ കുറിച്ചിട്ട്, ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന എല്ലാ കെമിക്കൽസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡേറ്റ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയും ലാബ് അല്ലെ ഫുഡ് ടെസ്റ്റിംഗ് ലാബിനെയും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ കെമിക്കൽസ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലാബിൽ അത്രത്തോളം കെമിക്കൽസ് ആവശ്യമായിട്ട് വരത്തില്ല അല്ലെ, അത്രത്തോളം എമൗണ്ടിൽ. ഇൻഡസ്ട്രിയിലാകുമ്പോഴോ ധാരാളം എമൗണ്ടിൽ നമുക്ക് കെമിക്കൽസ് ഒക്കെ വേണ്ടതായിട്ട് വരും അല്ലെ, വേണ്ടി വരും. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ MSD തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. ഇൻഡസ്ട്രിയിൽ കെമിക്കൽ യൂസ് ചെയ്യുന്ന ആ ഒരു സെൻസിലായിരിക്കും ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് അതിൽ നിന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണ്ട എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ലാബിൽ അത്രയും ക്വാണ്ടിറ്റി വേണ്ടല്ലോ. അപ്പൊ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മളത് വായിച്ച് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, അതൊരു ഇൻഡസ്ട്രിയൽ ബേസിലായിരിക്കും അത് നിർമ്മിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ലാർജ് ക്വാണ്ടിറ്റി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ലാർജ് ക്വാണ്ടിറ്റി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ ലാബിലോട്ട് വരുമ്പോൾ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അതിന് വ്യത്യാസങ്ങൾ വരുത്തുക കേട്ടോ. പിന്നെന്താണ് ഇൻഡസ്ട്രി വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാബിൽ എന്താണ് അത്രത്തോളം കെമിക്കലിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതൊരു കൺട്രോൾഡ് എൻവയോൺമെന്റ് അല്ലേ. നമ്മുടെ ലാബ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇൻഡസ്ട്രിയലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റ് ആണ്. മറ്റേ ഒരു ഇൻഡസ്ട്രിയൽ സെറ്റിങ്ങിലായിരിക്കും നമ്മുടെ ആ ഒരു MSDS തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യണം, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ അകത്തുള്ള പിക്ടോഗ്രാംസും അല്ലെങ്കിൽ ഹസാർഡ് കോഡ്സും ഒക്കെ വായിച്ച് മനസ്സിലാക്കി എല്ലാവരും തന്നെ ഒരു ലാബിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ അത് ഫെമിലിയറൈസ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് MSDS എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായല്ലോ. ഇനി നമുക്ക് കെമിക്കൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലാബില് കെമിക്കൽസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്കെല്ലാം അറിയാം, ഒരു ലാബ് എന്ന് പറയുമ്പോൾ അവിടെ ലാർജ് എമൗണ്ടിൽ അല്ലെങ്കിൽ പല വെറൈറ്റി ഓഫ് കെമിക്കൽസ് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ടും വരും അല്ലേ. അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് കൂടുതലും ആക്സിഡൻസ് സംഭവിക്കുന്നത്. അറിയാതെ കയ്യിൽ നിന്ന് വീഴുക അല്ലെങ്കിൽ നമ്മൾ കെയർലെസ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വഴി നമുക്ക് അതിൻ്റെ നാശനഷ്ടം സംഭവിക്കുക, അങ്ങനെയുള്ള കാര്യം. അത് നമുക്കും പേഴ്സണൽ വൈസും നാശനഷ്ടം സംഭവിക്കും, അതുപോലെ തന്നെ ലബോറട്ടറിക്കും അത് കേടുപാടുകൾ ഉണ്ടാക്കും അല്ലേ. കാരണം ആസിഡ്സ് അല്ലെങ്കിൽ സോൾവെന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അത് വീഴുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഹസാർഡ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാ തരം നമ്മൾ ഈ ഒരു കെമിക്കൽസ് എന്ന് പറയുന്നത് എല്ലാം തന്നെ എന്താണ്, കൊറോസീവ് ആണ്, ടോക്സിക് ആണ്, ഫ്ലെയിമബിൾ ആണ് അല്ലേ. ഒരു ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കെമിക്കൽസും കൊറോസീവ് ആണ്, ടോക്സിക് ആണ്, ഫ്ലെയിമബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് അല്ലെ കൊറോസീവ് ആയിട്ടുള്ള കെമിക്കൽസ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ കെയർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, പേഴ്സണൽ ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ അത് ലബോറട്ടറിക്കും വലിയൊരു പൊട്ടൻഷ്യൽ ഹസാർഡ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കെമിക്കൽസ് ഒക്കെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത്രത്തോളം കെയർ എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലേ. നല്ല ഒരു രീതിയിൽ തന്നെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല കെയർ കൊടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വക ആക്സിഡൻസിൽ നിന്നും അല്ലെങ്കിൽ ഹസാർഡിൽ നിന്നൊക്കെ നമ്മളെയും രക്ഷിക്കാൻ പറ്റും, ആ ഒരു ലബോറട്ടറിനെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്,
വലിയ വലിയ കാർട്ടൺസിലൊക്കെ ആയിരിക്കും ഈ ഒരു ബോട്ടിൽസ് ഒക്കെ വരുന്നത് അല്ലേ, 10 ബോട്ടിൽ അടങ്ങുന്ന ഒരു വലിയ കാർട്ടൺ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും തന്നെ ഈ ഒരു കാർട്ടോട് കൂടി അല്ലെങ്കിൽ ആ ഒരു കാർട്ടനോട് കൂടി തന്നെ പൊക്കിയെടുത്ത് അപ്പുറത്തേക്ക് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക അല്ലേ. കാരണം നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നടുക്ക് വശത്ത് നമ്മൾ ഹോൾഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ബോട്ടിൽസ് ഡ്രോപ്പ് ചെയ്ത് അത് താഴെ വീണ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഒരിക്കലും അങ്ങനെ 10 ബോട്ടിൽ അടങ്ങുന്ന ഒരു കാർട്ട് അതങ്ങനെ എടുത്ത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. പകരം എന്ത് ചെയ്യണം, ഓരോരോ ബോട്ടിലായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം ആസിഡ്സും സോൾവെന്റ്സും ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സും ഒക്കെ അല്ലേ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ട്രാൻസ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോരോ ബോട്ടിലായിട്ട് നമ്മൾ മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും മാറ്റി വെക്കുമ്പോൾ എങ്ങനെ ചെയ്യണം, ഒരിക്കലും ക്യാപ്പിൽ മാത്രം പിടിച്ചുകൊണ്ട് നമ്മൾ മാറ്റാനായിട്ട് പാടില്ല. ഓക്കെ, പകരം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ബോട്ടിലിന്റെ നെക്ക് പോർഷനിലും പിടിക്കണം, അതുപോലെ തന്നെ ബോട്ടം പോർഷനിലും പിടിച്ചിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം അതൊരു മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ചില ക്യാപ്പിന് ഹുക്സ് ഒക്കെ കാണും. അപ്പൊ അങ്ങനെ ഹുക്കിൽ ഇങ്ങനെ ഫിംഗർ ഇട്ട് അങ്ങനെ പിടിച്ച് പൊക്കി എടുത്തുകൊണ്ട് പോകാനൊന്നും നമ്മൾ ശ്രമിക്കരുത് കേട്ടോ. ഒരിക്കലും നമുക്ക് ആ ഒരു ക്യാപ്പ് അത് സെക്യൂർ ആണ് അല്ലെങ്കിൽ അത് ആ ഒരു ഫുൾ ബോട്ടിനെ ഹോൾഡ് ചെയ്യുമെന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കാനായിട്ട് പാടില്ല കേട്ടോ. കാരണം ചിലപ്പോൾ ക്യാപ്പ് ലൂസ് വല്ലതും ആണെങ്കിൽ കറക്റ്റായിട്ട് സീലായിട്ടില്ലെങ്കിൽ അങ്ങനെ ആ ഒരു ബോട്ടിൽ പൊട്ടി ഹസാർഡ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നെക്കിലും ബോട്ടം പോർഷനിലും ഹോൾഡ് ചെയ്ത് വേണം നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ലാർജ് ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് മിനറൽ ആസിഡ് അല്ലേ, ഏതൊക്കെയാണ് ഈ കോൺസെൻട്രേറ്റഡ് മിനറൽ ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതുപോലെയുള്ള നമ്മുടെ മിനറൽ ആസിഡ്സ് ഒക്കെ നമ്മൾ ലാർജ് ക്വാണ്ടിറ്റീസിൽ സ്റ്റോർ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സ്റ്റോർ റൂമിൽ തന്നെ പ്രത്യേക ഒരു ക്യാബിനറ്റ് പ്രൊവൈഡ് ചെയ്ത് വേണം നമ്മൾ ഇങ്ങനെയുള്ള ഹൈലി കൊറോസീവ് ആയിട്ടുള്ള അല്ലെ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡ്സ് ഒക്കെ പ്രത്യേകം കൊറോസീവിനെ ആ ഒരു എന്താണ് ആസിഡ് റിയാക്ട് ചെയ്യാത്ത മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു കബോർഡ് നിർമ്മിക്കാൻ. അങ്ങനെയുള്ള പ്രത്യേകം കബോർഡിൽ വേണം നമ്മൾ ആസിഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്, ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഹാൻഡിലിങ്ങിന്റെ സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മൾ കെമിക്കൽസ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പ്രോപ്പർ ആയിട്ട് കെമിക്കൽസ് സ്റ്റോർ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ, മാക്സിമൈസ് ദ എംപ്ലോയി സേഫ്റ്റി അല്ലെ, ആ ഒരു എംപ്ലോയിയുടെ സേഫ്റ്റി നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. നമ്മൾ പ്രോപ്പർ ആയിട്ടൊക്കെ കെമിക്കൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സേഫ്റ്റി നമുക്ക് എന്താണ് ഉറപ്പുവരുത്താനായിട്ട് പറ്റും അല്ലേ. അപ്പൊ എന്താണ് അത് എന്തിനൊക്കെ അത് കാരണമാകും, നമ്മൾ സേഫ് ആയിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് വഴി സ്പിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആക്സിഡൻസ് അല്ലേ, അതിനെയാണ് സ്പിൽ എന്ന് പറയുന്നത്. ഈ ഒരു കെമിക്കൽസ് അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് അല്ലെ താഴെ വീണ് പൊട്ടുന്നത് അതിനെയൊക്കെ നമ്മൾ സ്പിൽസ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്പില്ല് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫയർ ഓർ എക്സ്പ്ലോഷൻ കൺട്രോൾ നമുക്ക് സാധിക്കും അല്ലേ. കാരണം നമ്മൾ ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കൽസ് കാണും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കെമിക്കൽസ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുന്നത് വഴി നമുക്കൊരു ഫയർ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷൻ കൺട്രോൾ അവിടെ നടത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഐഡന്റിഫിക്കേഷൻ പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോന്നും ലേബൽ ചെയ്ത് അതാത് സെക്ഷൻ തിരിച്ചൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, ആസിഡ് എന്ന് പറയുമ്പോൾ ആസിഡ് ഇരിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാനായിട്ട് പറ്റും അല്ലെ. സാൾട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ സാൾട്ട് ആണെന്നുള്ള സെപ്പറേറ്റ് ആയിട്ട് അമോണിയം സൾഫേറ്റ് ഇരിക്കുന്ന ആ ഒരു റാക്കിന്റെ സ്പേസ് ഏതാണെന്ന് നമുക്കറിയാമെങ്കിൽ ആ റാക്കിലേക്ക് പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു ഒരു ബെനിഫിറ്റ് ഉണ്ട് അങ്ങനെ ചെയ്യുന്നത് വഴി. അതുപോലെ തന്നെ ഒരു യൂസർ ഫ്രണ്ട്ലി സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അല്ലേ. കാരണം ഓരോന്നും അതായത് കറക്റ്റ് ആയിട്ടുള്ള പോർഷൻസിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കിന് തന്നെ നമുക്ക് കറക്റ്റ് ഒരു ധാരണ കിട്ടും. ഈ ഒരു ലാബിന്റെ എവിടൊക്കെ എന്തൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുന്നത് വഴി നമുക്ക് എംപ്ലോയിയുടെ ഒരു സേഫ്റ്റീനെ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്പില്ല് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫയർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റും. ഐഡന്റിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഒരു യൂസർ ഫ്രണ്ട്ലി സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അതുപോലെ തന്നെ എന്താണ്, ഇനി കുറച്ച് നേരത്തേക്കിനാണെങ്കിൽ പോലും നമ്മുടെ ലാബിലേക്ക് അല്ലെങ്കിൽ ലാബിന്റെ കെമിക്കൽ സ്റ്റോർ ചെയ്യുന്ന ഏരിയയിലേക്ക് ഒരു കെമിക്കൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ലേബൽ ചെയ്ത് വെക്കുക.
ചിലപ്പോൾ 5 മിനിറ്റ് അല്ലെ 2 മിനിറ്റത്തേക്കിന് മാത്രമായിരിക്കണം ആ ഒരു കെമിക്കൽ അവിടത്തേക്കിന് വെക്കുന്നതെന്ന് സങ്കല്പിക്കുക. അങ്ങനെ ആണെങ്കിൽ പോലും നമ്മൾ അത് ലേബൽ ചെയ്ത് വെക്കുക. കാരണം ഇൻ കേസ് ഇപ്പം ഞാൻ പോയിട്ട് ഇത് 5 മിനിറ്റേ ഉള്ളെന്ന് വിചാരിച്ചത് അവിടെ വെച്ചു, അത് കഴിഞ്ഞ് വേറൊരാൾ വന്നത് നോക്കുമ്പോൾ ആ പുള്ളി ടോട്ടലി ബ്ലാങ്ക് ആയി പോവും. ഇതെന്താണ് സാധനമെന്ന് അറിയാൻ പറ്റാതെ വരും അല്ലേ, ഏത് കെമിക്കലാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ എപ്പോഴും ആ ഒരു വെച്ച ആൾ അവിടെ അവൈലബിൾ ആവണമെന്നില്ല അല്ലേ. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ ആര് എന്ത് സാധനം ആ ഒരു സ്റ്റോർ റൂമിൽ വെച്ചാലും അത് ലേബൽ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട് അല്ലേ. അതപ്പോൾ എല്ലാവരുടെയും സേഫ്റ്റിക്ക് അത് നല്ലതല്ലേ. അങ്ങനെ ലേബൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓ ഇതിൽ ആസിഡാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ ഇന്ന കെമിക്കലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ധാരണ കിട്ടും അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് ടൈമിലേക്കാണ് വെക്കുന്നതെങ്കിൽ പോലും നമ്മൾ ലേബൽ ചെയ്തതിന് ശേഷം മാത്രമേ വെക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ 1 ലിറ്ററിന് മുകളിലുള്ള ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ്, അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, മെത്തനോൾ അല്ലെങ്കിൽ ക്ലോറോഫോം ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെറ്റൽ ക്യാബിനറ്റ്സിൽ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. എന്താണ് പറഞ്ഞത്, 1 ലിറ്ററിന് മുകളിലുള്ള ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള സോൾവെന്റ്സ് നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെറ്റൽ ക്യാബിനറ്റ്സിൽ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി 1 ലിറ്ററോ അല്ലെങ്കിൽ അതിൽ കുറവോ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഇൻഡിവിജ്വലി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോരോ പോർഷനായിട്ട് തിരിച്ചു വെക്കുക. ഓരോരോ കാറ്റഗറി വൈസ് വെച്ച് എടുക്കുക. അതുപോലെ തന്നെ ആ കാറ്റഗറി വൈസിൽ ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ കെമിക്കൽ നമുക്ക് ആ ഒരു അത്യാവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് പോയി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ കെമിക്കൽസ് സ്റ്റോർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, നമ്മുടെ ആ ഒരു വർക്ക് സ്പേസിനോട് അടുത്ത് തന്നെ നമ്മൾ കെമിക്കൽസ് സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വർക്ക് സ്പേസിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി കെമിക്കൽ എടുക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയൊക്കെ നമുക്ക് ഡിക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിത് വർക്ക് ചെയ്യുന്ന ആ ഒരു അതിനടുത്ത് തന്നെ കെമിക്കൽസ് എല്ലാം അവൈലബിൾ ആയിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ഡേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽസ് എല്ലാം തന്നെ അതായത് പീരിയോഡിക് ടൈമിൽ അത് നമ്മൾ ഡിസ്പോസ് ചെയ്ത് മാറ്റണം. അല്ലാതെ ഒരിക്കലും എക്സ്പയറി കഴിഞ്ഞ കെമിക്കൽസ് ഒന്നും നമ്മൾ ആ ഒരു സ്റ്റോർ ഏരിയയിൽ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ കൂട്ടിയിട്ട് കെട്ടിക്കിടക്കാനോ ഒന്നും പാടില്ല അല്ലേ. അത് എക്സ്പയറി ഡേറ്റിന് മുന്നേ തന്നെ അത് അവിടെ നിന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കെമിക്കൽസ് അതാത് സമയത്ത് തന്നെ അത് റിമൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക സ്റ്റോർ ഏരിയയിൽ നിന്ന് കേട്ടോ. ഒരിക്കലും എക്സ്പയറി കഴിഞ്ഞ ഒരു കെമിക്കൽ സ്റ്റോറിൽ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്യുകയും അതിൻ്റെ ആ ഒരു എന്താണ് കെമിക്കൽസ് നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് വരുന്ന അത് ട്രാക്ക് ചെയ്യണം. അതുപോലെ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. പിന്നെ എന്താണ്, ഒരിക്കലും നമ്മൾ ലാർജ് എമൗണ്ടിൽ നമ്മൾ കെമിക്കൽസ് ലബോറട്ടറിയിൽ സൂക്ഷിക്കാനായിട്ട് പാടില്ല കേട്ടോ. ആവശ്യത്തിന് മാത്രം വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുക. ഒരിക്കലും നമ്മൾ ലാർജ് ക്വാണ്ടിറ്റിയിലേക്ക് പിന്നത്തേക്ക് യൂസ് ആക്കാന്നുള്ള രീതിയിലൊന്നും ലാർജ് ക്വാണ്ടിറ്റീസിൽ കെമിക്കൽസ് നമ്മൾ എടുത്തു വെക്കാതിരിക്കുക. ആവശ്യമുള്ളത്രയും മാത്രം കെമിക്കൽസ് നമ്മൾ ആ ഒരു സ്റ്റോറിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്താണ്, ഒരിക്കലും നമ്മൾ മൗത്ത് പിപ്പറ്റ് ചെയ്യാതിരിക്കുക. മൗത്ത് പിപ്പറ്റിങ് ചെയ്യുമ്പോൾ കെമിക്കൽസ് നമ്മൾ ഉള്ളിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ ആസിഡ് യൂസ് ചെയ്യുമ്പോഴൊന്നും നമ്മൾ മൗത്ത് പിപ്പറ്റിങ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പിപ്പറ്റ് ബൾബ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ മെക്കനൈസ്ഡ് ആയിട്ടുള്ള പിപ്പറ്റ്സ് കിട്ടും നമുക്ക്, അല്ലെ പിപ്പറ്റിൻ്റെ മുകളിൽ നിൽക്കാനുള്ള മെക്കനൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്ത് മാത്രം പിപ്പറ്റ് ചെയ്യുക കേട്ടോ. പ്രത്യേകിച്ച് ആസിഡിൻ്റെ സോൾവെൻസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, എല്ലാ കെമിക്കലും ടോക്സിക് ആണ്. അപ്പോൾ കെമിക്കൽസ് എപ്പോൾ നമ്മൾ പിപ്പറ്റ് ചെയ്താലും അത് പിപ്പറ്റ് ബൾബ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെക്കനൈസ്ഡ് പിപ്പറ്റ് എന്താണ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ പിപ്പറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു തീർന്നു പോയ കെമിക്കൽ കണ്ടെയ്നേഴ്സ് ആണല്ലോ. ഇപ്പോൾ ഒരു കുപ്പി ആസിഡ് വന്നു, അത് ഫുള്ളേ തീർന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു ബോട്ടിൽ കഴുകാതെ നേരെ കൊണ്ടുവന്ന് വേസ്റ്റ് ഡിസ്പോസൽ ബിന്നുണ്ടല്ലോ അതിൽ കൊണ്ടിടരുത് കേട്ടോ. കാരണം അത് ആസിഡ് അല്ലേ. ആസിഡ് അല്ലെങ്കിൽ എന്ത് തന്നെ സോൾവെന്റ് അല്ലെങ്കിൽ എന്ത് തന്നെ കെമിക്കലും ആയിക്കോട്ടെ, അത് നമ്മൾ ഒരിക്കലും ആ തീർന്ന പാടെ ആ കുപ്പിയെടുത്ത് നമ്മൾ വേസ്റ്റിൽ ഇടരുത്. അത് നമ്മൾ ഒരു 3 തവണയെങ്കിലും വാട്ടർ യൂസ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, സോപ്പ് അല്ലെങ്കിൽ ഏതാണോ സോൾവെന്റ് അത് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം വീണ്ടും വാട്ടർ ഒഴിച്ച് കഴുകിയതിന് ശേഷം ഡ്രൈ ചെയ്ത് എടുക്കുക ആ ഒരു ബോട്ടിൽ.
അതിനുശേഷം മാത്രം അത് വേസ്റ്റിൽ കൊണ്ടിടുക കേട്ടോ. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് വേസ്റ്റിൽ ഡിസ്പോസ് ചെയ്യാനായിട്ട് നോക്കരുത്. കാരണം അത് ഈ ക്ലീനിങ് സ്റ്റാഫ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് അറിയില്ലല്ലോ ഇത് ആസിഡ് ആണോ അല്ലെങ്കിൽ കൈകൊള്ളുന്ന എന്തെങ്കിലും കെമിക്കൽ ആണോ അല്ലെങ്കിൽ അത് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പോയിസൺ ആണോ എന്നൊന്നും അറിയുന്നില്ല അല്ലേ. നമ്മളാണത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം അത് വേസ്റ്റിൽ കൊണ്ടിടാനായിട്ട്. എന്താണ് ചെയ്യേണ്ടത്? ആ ബോട്ടിൽ 3 തവണയെങ്കിലും നന്നായി വെള്ളം ഒഴിച്ച് കഴുകുക. അതിനുശേഷം സോപ്പിട്ട് കഴുകുന്നെങ്കിൽ ആ സോപ്പിട്ട് കഴുകുക. അതിനുശേഷം വീണ്ടും വാട്ടർ ഒഴിച്ച് കഴുകുക. അതിനുശേഷം നന്നായി ഡ്രൈ ചെയ്തെടുക്കുക. ശേഷം നമ്മൾ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുക കേട്ടോ. ഞാൻ പറഞ്ഞു നമ്മുടെ ലബോറട്ടറിയിൽ പലതരത്തിലുള്ള സ്പിൽസ്, കെമിക്കൽ സ്പിൽസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്പിൽസ് വരുമ്പോൾ അത് നമുക്ക് ഹസാർഡായിട്ട് അല്ലെ പേഴ്സണൽ ഹെൽത്തിന് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഹെൽത്തിന് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള കൊളീഗ്സിന്റെ പേഴ്സണൽ ഹെൽത്തിന് അത് ഹാമായിട്ട് മാറാറുണ്ട് ഈ കെമിക്കൽ സ്പിൽസ് ഒക്കെ സംഭവിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടുന്ന പ്രിവെൻഷൻ മെഷേഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണം അല്ലേ. എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് അതിന് വേണ്ടുന്ന എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ആ ഒരു സ്പില്ലിൽ നിന്ന് നമ്മളെയും അതുപോലെ തന്നെ നമ്മുടെ കൊളീഗ്സിനെയും നമ്മൾ രക്ഷിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ എന്ത് ചെയ്യണം? ആ ഒരു ഒരു ഇൻസിഡന്റ് അവിടെ നടക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് ആ സ്പില്ലുണ്ടായ ആ ഒരു ഇടത്ത് നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് മാറുക അല്ലേ. ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് മൂവ് ചെയ്യുക. അതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഒരു ആസിഡിന്റെ ബോട്ടിലാണ് താഴെ വീണതെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു സ്പേസിൽ നിന്ന് നമ്മൾ മാറുക. എന്നിട്ട് അത് ഇൻഫോം ചെയ്യുക അല്ലേ. എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുക. പിന്നെ അതിനെന്താണോ ഏറ്റവും അറ്റ്മോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ഒരു കാര്യമാണോ അതിന് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യം നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ ലബോറട്ടറിയിൽ നിൽക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? ലാബ് കോട്ട്സ് യൂസ് ചെയ്യണം, സേഫ്റ്റി ഗ്ലാസ് യൂസ് ചെയ്യണം, ഗ്ലൗസ് യൂസ് ചെയ്തിരിക്കണം അല്ലേ. ഇതെല്ലാം നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റോറിൽ നിന്ന് എന്ത് വാങ്ങി വെച്ചിരിക്കണം? സ്പിൽ കിറ്റ്സ് നമ്മൾ വാങ്ങി വെച്ചിരിക്കണം കേട്ടോ. ഈ സ്പിൽ കിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പിൽ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടുന്ന എക്യുപ്മെന്റ്സ് ആയിരിക്കും, സേഫ്റ്റി എക്യുപ്മെന്റ്സ് ആയിരിക്കും ആ ഒരു സ്പിൽ കിറ്റ്സിലുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആസിഡ് ആണ് വീണതെങ്കിൽ ഒരു ന്യൂട്രലൈസിങ് ഏജന്റ് അല്ലെങ്കിൽ ഒരു ആൽക്കലൈൻ സ്വഭാവമുള്ള ഒരു അബ്സോർബന്റ് ആ ഒരു സ്പിൽ കിറ്റിൽ കാണും. അപ്പൊ ആ ഒരു അബ്സോർബന്റ് അതൊരു സ്പോഞ്ച് കണക്കിനുള്ള ഒരു അബ്സോർബന്റ് ആയിരിക്കും. അത് വെച്ചിട്ട് അത് ജസ്റ്റ് ആ ഒരു പ്ലേസിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? അത് ഈ ഉള്ള വീണ് തറയിൽ കിടക്കുന്ന ആസിഡ്സിനെ എല്ലാം ആ ഒരു മെറ്റീരിയലിന്റെ ഉള്ളിലേക്ക് അത് അബ്സോർബ് ചെയ്തെടുക്കും അല്ലേ. അങ്ങനെ ആ ഒരു ആസിഡ് മൊത്തം ആ ഒരു ഒബ്ജക്റ്റിലേക്ക് മാറും. അപ്പൊ അങ്ങനെ നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എപ്പോഴും നമ്മൾ സ്റ്റോറിൽ പോയിട്ട് സ്പിൽ കിറ്റ്സ് ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ലബോറട്ടറിയിൽ തീർന്നു പോയിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ സ്പിൽ കിറ്റ്സ് നമ്മൾ റീപ്ലേസ് ചെയ്യുക. ഓക്കെ. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സ്പിൽ സൈറ്റിൽ നിന്ന് മാറുക. അതൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഡേഞ്ചർ ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ആ ഒരു സൈറ്റിൽ നിന്ന് മാറുക. എന്നിട്ട് ബാക്കിയുള്ളവരെ വാൺ ചെയ്യുക ആ സ്ഥലത്തേക്ക് പോകാതിരിക്കാൻ. അതുപോലെ തന്നെ അങ്ങോട്ടേക്കുള്ള എൻട്രി നമ്മൾ ക്ലോസ് ചെയ്യുക. ആ സ്ഥലത്തേക്ക് ആരെയും തന്നെ നമ്മൾ കടത്തി വിടാതിരിക്കുക. അതുപോലെ തന്നെ അത് എത്രയും പെട്ടെന്ന് റിസപ്ഷനിൽ അറിയിക്കുക. റിസപ്ഷൻ ഇൻ കേസ് ഒന്നെങ്കിൽ നമ്മുടെ അതോറിറ്റി, ഹയർ അതോറിറ്റിനെ അറിയിക്കുക, അല്ലെങ്കിൽ എവിടെയാണോ അറിയിക്കേണ്ടത് അവിടേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് അറിയിക്കുക. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മാറുക. അതിനുശേഷം ബാക്കിയുള്ളവരെ ആ ഒരു വിവരം അറിയിക്കുക. അവിടെ ഇങ്ങനെ ഒരു ആസിഡ് ബോട്ടിൽ വീണിട്ടുണ്ട്, അപ്പൊ ആരും ഇനി ആ സ്ഥലത്തോട്ട് പോകരുത്. ഇനി ആരെങ്കിലും പോവുകയാണെങ്കിൽ അവരുടെ എൻട്രി നമ്മൾ പ്രിവെന്റ് ചെയ്യുക അല്ലെ. അവിടെ ഒരു ബോർഡ് വെക്കുകയോ ഡു നോട്ട് എൻട്രി അല്ലെ എൻട്രി ക്ലോസ്ഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ബോർഡ് വെച്ച് അത് അവിടെ വാൺ ചെയ്യുന്ന ഒരു സിമ്പൽ കാണിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ അത് ഹയർ അതോറിറ്റിനെ അല്ലെ റിസപ്ഷൻ ഏരിയയിലേക്ക് അറിയിക്കുക കേട്ടോ, ഇങ്ങനെ ഒരു സ്പിൽ നടന്നിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ദേഹത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ ഒരു കെമിക്കൽ നമ്മുടെ ദേഹത്തേക്ക് വീണാണ് സ്പില്ല് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു ക്ലോത്തിങ് നമ്മൾ റിമൂവ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കയ്യിലേക്കോ അല്ലെങ്കിൽ മുഖത്തേക്കൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഒരു വാട്ടർ വെച്ചിട്ട് ഏകദേശം ഒരു 15-30 മിനിറ്റോളം നമ്മൾ നന്നായി ഫ്ലഷ് ചെയ്ത് കൊടുക്കുക അല്ലെ. വാട്ടർ വെച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ആ ഒരു ഏരിയ നന്നായി ക്ലീൻ ചെയ്തിട്ട് അതിന് വേണ്ടുന്ന മെഡിക്കേഷൻസും കൂടെ എടുക്കുക. ഓക്കെ.
ഇനി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു സ്പില്ല് നടന്നു കഴിയുമ്പോൾ നമ്മളെ തന്നെ ആദ്യം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. അതിനുശേഷം ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ അടുത്തേക്ക് പോകുക. അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണിൻ്റെ അടുത്തോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ, അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ആ ഒരു സ്പില്ലിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് മാത്രം ആ ഒരു ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഴ്സണിൻ്റെ അടുത്തേക്ക് എത്തുക. അതിനുശേഷം ആ ഒരു വ്യക്തിനെ എന്ത് ചെയ്യണം? പ്രഷറിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെന്താണ്? അടുത്തുള്ള പേഴ്സൺസിനെ അല്ലെങ്കിൽ ആ ലാബിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ളവരെ ഈ ഒരു സ്പില്ലിനെ കുറിച്ചിട്ട് അറിയിക്കുക. എത്രയും പെട്ടെന്ന് അവരോട് പുറത്തു പോകാനായിട്ട് പറയുക. അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലേക്കുള്ള എൻട്രി ഡോർ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ അത് നിഷേധിക്കുക. അല്ലേ? അങ്ങോട്ടേക്ക് ആരും കടത്തി വിടാതിരിക്കുക, കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. ഇനി ഫ്ലെയിമബിൾ ആയിട്ടുള്ള വേപ്പേഴ്സ് ആണ് നമുക്ക് സ്പില്ലായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ അത് സ്പില്ലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയുള്ള ഇലക്ട്രിക്കൽ സ്വിച്ചസ് ഒക്കെ തന്നെ നമ്മൾ ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ ആ ഒരു സ്വിച്ച് ഡയറക്റ്റ്ലി പോയി ഓഫ് ചെയ്യരുത്. മെയിൻ സ്വിച്ചിൽ വേണം ഓഫ് ചെയ്യാനായിട്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഹീറ്റിംഗ് സോഴ്സ് നമ്മൾ പ്രവർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം, ഇപ്പം ബർണറൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓഫ് ചെയ്യുക കേട്ടോ. പിന്നെന്താണ്? ഇലക്ട്രിസിറ്റി നമ്മൾ മെയിൻ ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ സ്വിച്ചസിൽ പോയി ഓഫ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം ചെറിയൊരു സ്പാർക്ക് പോലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ ഒരു ലബോറട്ടറിക്ക് ഉള്ളിലുള്ള സ്വിച്ചസ് പോയി ഓഫ് ചെയ്യാതിരിക്കുക. പകരം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സ്പില്ലിലേക്ക് നമ്മൾ ഒരിക്കലും പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കാതെ പോയി തൊടരുത്. ബെയർ ഹാൻഡോട് പോയിട്ട് അതൊന്നും ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ അത് എടുക്കാനോ ഒന്നും നിൽക്കുക. അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും സാധനങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്നും എടുക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. എപ്പോഴും ഗ്ലൗസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തതിന് ശേഷം മാത്രം സ്പില്ലിലേക്ക് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യാതിരിക്കുക. ഇനി ഇൻ കേസ് എന്തെങ്കിലും അത്യാവശ്യമുള്ള ഒരു റെക്കോർഡോ വല്ല സ്പില്ലിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്ത് മാത്രം എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ എന്താണ്? ഗ്യാസ് ആയിട്ടുള്ള വേപ്പേഴ്സ് അല്ലെ ഗ്യാസ് അല്ലെങ്കിൽ വേപ്പേഴ്സ് ഒക്കെയാണ് ലീക്ക് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അത് പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഗ്യാസിന് സ്മെല്ലില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അതുകൊണ്ട് അത് ഹാംലെസ് ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇപ്പം നമ്മുടെ വീട്ടിലെ ഗ്യാസ് സ്റ്റവ് ഓൺ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? സ്മെല്ല് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും അല്ലേ? ആ ഗ്യാസ് ലീക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ഗ്യാസിന് മണം കാണില്ല, അല്ലെ? സ്മെല്ല് വെച്ചിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേങ്കിൽ അവിടെ ഒരു ലീക്കേജ് നടന്നിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഇത് മണമില്ലാത്തത് കൊണ്ട് അല്ലെ സ്മെല്ലില്ലാത്തതുകൊണ്ട് ഈ ഗ്യാസ് ലീക്കായത് കുഴപ്പമില്ല, നമുക്ക് എന്ത് വേണേലും പ്രവർത്തിപ്പിക്കാം, അല്ലെ സ്വിച്ച് ഇടാമെന്നൊന്നും വിചാരിക്കരുത്. മണമില്ലെങ്കിലും ഗ്യാസിന് സ്മെല്ലില്ലെങ്കിൽ പോലും അത് ഹാംലെസ് ആണെന്ന് വിചാരിക്കരുത്. അത് ഹാം ഉണ്ടാക്കും, അല്ലെ? അത് ഡേഞ്ചറാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലുള്ള സിറ്റുവേഷൻസ് അത്രയധികം കെയറോടുകൂടി തന്നെ വേണം നമ്മൾ കാണാനായിട്ട്. അതുപോലെ തന്നെ ഫ്യൂം ഹുഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഇങ്ങനെ എന്തെങ്കിലും വേപ്പേഴ്സ് അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ നമുക്ക് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഫ്യൂം ഹുഡിൻ്റെ സാഷെ വിൻഡോ പോലുള്ള കാര്യങ്ങൾ ഫ്യൂം ഹുഡ്സിലുണ്ട്. അത് നമ്മൾ 12 ഇഞ്ച് ഓപ്പൺ ആക്കിയിടുക, അല്ലെങ്കിൽ ഫുള്ളി ഓപ്പൺ ആക്കിയിടുക കേട്ടോ. അങ്ങനെ ചെയ്യുക. അതപ്പം ഇങ്ങനെ ഈ ഉള്ളിലുള്ള ഗ്യാസിനെ എല്ലാം പുറത്തേക്ക് കളഞ്ഞോളും. ഫ്യൂം ഹുഡ് നമ്മൾ ഓപ്പൺ ചെയ്തിടുക, അതിൻ്റെ സാഷസ് ഒക്കെ ഓപ്പൺ ചെയ്തിടുക. അതുപോലെ തന്നെ ഒരു അബ്സോർബൻ്റ് യൂസ് ചെയ്യുക. ഒരു അബ്സോർബൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് അപ്പോൾ ആ വേപ്പേഴ്സിനെയൊക്കെ ആ ഒരു അബ്സോർബൻ്റ് തന്നെ അതങ്ങ് കളക്ട് ചെയ്തോളൂ. അത് ലിക്വിഡ് സ്പില്ലാണെങ്കിലും അത് ഒരു ലിക്വിഡ് സർഫസിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അബ്സോർബൻ്റ്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആസിഡൊക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് ആ ഒരു അബ്സോർബൻ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആസിഡൊക്കെ ആണെങ്കിൽ അബ്സോർബ് ചെയ്തെടുത്ത് മാറ്റാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അടുത്ത നമ്മൾ സ്പിൽസിനെ കുറിച്ച് നോക്കാം. സ്പിൽസ് തന്നെ 2 തരത്തിലുണ്ട്. സ്പിൽഡ് ലിക്വിഡും ഉണ്ട്, സ്പിൽഡ് സോളിഡ്സും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു സ്പിൽഡ് ലിക്വിഡ് അല്ലെങ്കിൽ സ്പിൽഡ് സോളിഡ്സ് വരികയാണെങ്കിൽ എന്തെല്ലാം പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, സ്പിൽഡ് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പില്ലിനെ നമ്മളൊരു സ്മോൾ ഏരിയയിൽ തന്നെ റിട്ടേൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിനെ നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ അനുവദിക്കരുത്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അബ്സോർബൻ്റ് ഉടനെ തന്നെ ഇടുവോ, അങ്ങനെ അതിൻ്റെ ഫ്ലോ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക, അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്മോൾ ക്വാണ്ടിറ്റിയിലുള്ള ഇനോർഗാനിക് ആസിഡ് അല്ലെങ്കിൽ ബേസ് ആണ് നമുക്ക് സ്പില്ലായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ന്യൂട്രലൈസിങ് ഏജന്റ് അല്ലെങ്കിൽ ഒരു അബ്സോർബൻ മിക്സ്ചർ നമ്മൾ യൂസ് ചെയ്യുക. അതിന് എക്സാമ്പിൾ സോഡ, ആഷ് അല്ലെങ്കിൽ ഡയറ്റമേഷ്യസ് എർത്ത് പോലുള്ള ഒരു അബ്സോർബൻ മിക്സ്ചർ യൂസ് ചെയ്തിട്ട് ആ സ്പില്ലിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സ്മോൾ ക്വാണ്ടിറ്റീസിലുള്ള ആസിഡ് അല്ലാത്ത മെറ്റീരിയൽസ്
ആണെങ്കിലോ നമ്മളൊരു അബ്സോർബൻറ്റ് യൂസ് ചെയ്യുക. അത് നോൺ റിയാക്റ്റീവ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അബ്സോർബൻ്റ് ആയിരിക്കണം. അത് അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? വെർമിക്കുലൈറ്റ്, ക്ലേ, ഡ്രൈ സാൻഡ് അല്ലെങ്കിൽ ടവൽസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി ലാർജ് എമൗണ്ടിലുള്ള ഇനോർഗാനിക് ആസിഡ് അല്ലെങ്കിൽ ബേസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയ ഫുള്ള് നമ്മൾ വാട്ടർ വെച്ചിട്ട് ലാർജ് എമൗണ്ട് വാട്ടർ വെച്ച് തന്നെ ഫ്ലഡ് ചെയ്തിടുക കേട്ടോ. നല്ല രീതിയിൽ ഒരു ആസിഡിനെ അല്ലെ ബേസിനെ എന്താണ് ഡയലൂട്ട് ചെയ്യാൻ തക്കവണ്ണം ആവശ്യമുള്ള അത്രയും എമൗണ്ട് വാട്ടർ നമ്മൾ യൂസ് ചെയ്ത് ആ ഒരു ഏരിയ ഫ്ലഡ് ചെയ്തിടുക. അതിനുശേഷം അത് മോപ്പ് ചെയ്തെടുക്കുക. മോപ്പ് ചെയ്യുന്ന ആ ഒരു വാട്ടർ നമുക്ക് പിന്നീട് സിങ്ക് വഴി അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്പില്ലിൻ്റെ അകത്ത് എന്തെങ്കിലും കാർട്ടണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കെയർഫുള്ളായിട്ട് തന്നെ അല്ലെങ്കിൽ അത്രയും കെയർ എടുത്ത് തന്നെ വേണം അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലാതെ ഡയറക്റ്റ് പോയി അത് പിക്ക് ചെയ്ത് മാറ്റാൻ ഒന്നും ശ്രമിക്കരുത്. പ്രൊട്ടക്ഷൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം വേണം അതിലൊക്കെ പോയി തൊടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഏരിയ വാക്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ വാക്യൂം ചെയ്യുക. വാക്യൂം ചെയ്യുമ്പോൾ ആ ഒരു വാക്യൂം ക്ലീനറിൻ്റെ അകത്ത് നമ്മൾ HEPA ഫിൽറ്റേഴ്സ് ഉള്ള വാക്യൂം ക്ലീനേഴ്സ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്താണ് HEPA എന്ന് പറയുന്നത്? ഹൈ എഫിഷ്യൻസി പാർട്ടിക്കുലേറ്റ് എയർ ഫിൽറ്റേഴ്സ് ഉള്ള വാക്യൂം ക്ലീനേഴ്സ് യൂസ് ചെയ്യുക. അങ്ങനെയുള്ള ഫിൽറ്റേഴ്സിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ദേ ഹാവ് ദ എബിലിറ്റി ടു റിമൂവ് എന്താണ് എയർ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ എയർ ബോൺ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ അതിനെ റിമൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം അങ്ങനെയുള്ള ഫിൽറ്റേഴ്സ് വെച്ചിട്ടുള്ള വാക്യൂം വെച്ചിട്ട് നമ്മൾ അത് വാക്യൂം ചെയ്തിടുക ആ ഒരു ഏരിയ കേട്ടോ. അതിനുശേഷം എന്താണ്? ഇനി നമ്മൾ ആ ഒരു സ്പില്ല് നടന്നിട്ടുള്ള മെറ്റീരിയൽ എക്സ്ട്രീംലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇവാപ്രേറ്റ് ചെയ്ത് പോകാനായിട്ട് അതിനെ അനുവദിക്കുക. കുറച്ച് നേരം ആ ഒരു വോളറ്റൈൽ മെറ്റീരിയലിനെ അവിടെ അങ്ങനെ തന്നെ ഇട്ടേക്കുക. എന്നിട്ട് നമ്മൾ ഹുഡ് ഉണ്ടല്ലോ, കെമിക്കൽ ഹുഡിൻ്റെ അകത്തുള്ള എക്സോസ്റ്റ് ഓൺ ആക്കിയിടുക. അങ്ങനെ ഓൺ ആക്കിയിടുമ്പോൾ ആ ഒരു വോളറ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ അങ്ങനെ വേപ്പറൈസ്ഡ് ആയി പോകുമ്പോൾ കേട്ടോ കുറച്ച് നേരം അതിനെ അങ്ങനെ കീപ്പ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ലിക്വിഡ് സ്പില്ലാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി സോളിഡ് ആയിട്ടുള്ള സ്പില്ലാണെങ്കിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇനി ആ ഒരു സ്പിൽഡ് മെറ്റീരിയൽ സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ അതിനെ നമ്മുടെ ബ്രൂം യൂസ് ചെയ്ത് നന്നായിട്ട് സ്വീപ്പ് ചെയ്തെടുക്കുക കേട്ടോ, തൂത്തുവാരി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ലോ ടോക്സിസിറ്റി ഉള്ള കേട്ടോ, ലോ ടോക്സിസിറ്റി ഉള്ള സോളിഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നന്നായിട്ട് തൂത്തുവാരി ഒരു ഡസ്റ്റ് പാൻ യൂസ് ചെയ്തിട്ട് നന്നായി തൂത്തുവാരി ഏത് കെമിക്കൽ നമ്മൾ പലതരം കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ, വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടിയിട്ട് ഓരോ ചില കെമിക്കൽസിന് പ്രത്യേകം നമ്മൾ കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ലോ ടോക്സിക് ആയതുകൊണ്ട് തന്നെ അതിന് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഏത് കണ്ടെയ്നർ ആണോ അതിൽ നമ്മൾ കൊണ്ടുപോയി തട്ടുക. ഓക്കെ, നന്നായിട്ട് അടിച്ചു വാരി തൂത്ത് കൊണ്ടുപോയി തട്ടുക. അതിനുശേഷം ആ ഒരു ഏരിയ നമുക്ക് വാക്യൂം ക്ലീനർ യൂസ് ചെയ്തിട്ട് നമുക്ക് വാക്യൂം ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇത് പൊടിയല്ലേ, സോളിഡ് അല്ലേ, അപ്പം പൊടി രൂപത്തിലായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള ഏരിയ നമ്മൾ നന്നായി വാക്യൂം ചെയ്യുക. വാക്യൂം ക്ലീനർ യൂസ് ചെയ്ത് അതിൻ്റെ ഫിൽറ്റർ എങ്ങനെയുള്ളതായിരിക്കണം? HEPA ഫിൽറ്ററുള്ള വാക്യൂം ക്ലീനർ തന്നെ യൂസ് ചെയ്യണം. അപ്പം കുഞ്ഞു മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾ വരെ ആ ഒരു ഫിൽറ്ററിനുള്ളിൽ കൂടെ പൊക്കോളും കേട്ടോ. അപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞ ഹൈ എഫിഷ്യൻസി പാർട്ടിക്കുലേറ്റ് എയർ ഫിൽറ്ററുള്ള വാക്യൂം ക്ലീനർ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ഹൈലി ടോക്സിക് ആയിട്ടുള്ള സോളിഡ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ ബ്രൂംസ് ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? വാക്യൂം ക്ലീനേഴ്സ് തന്നെ HEPA ഫിൽറ്റേഴ്സ് ഉള്ള വാക്യൂം ക്ലീനർ യൂസ് ചെയ്ത് തന്നെ വേണം നമ്മൾ ഹൈലി ടോക്സിക് ആയിട്ടുള്ള സോളിഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട്. ലോ ടോക്സിസിറ്റി ഉള്ളതാണെങ്കിൽ നമുക്ക് ഡസ്റ്റ് പാൻ അല്ലെങ്കിൽ ബ്രൂം ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എല്ലാ സേഫ് ഡിസ്പോസൽ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം അല്ലേ. സോളിഡ് സ്പിൽസ് ആണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ റിമൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആയിട്ടുള്ള ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വേണം അത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, ബ്രൂം, ഡസ്റ്റ് പാൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഈ ഒരു സ്പെഷ്യൽ ഡിസ്പോസൽ പ്രൊസീജിയറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം യൂസ് ചെയ്ത് വേണം നമ്മൾ അതിനെ സ്പെഷ്യലായിട്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈലി നമ്മൾ കെയർ എടുത്തുകൊണ്ട് തന്നെ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കെമിക്കൽ സ്പില്ലിനെ കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. ലബോറട്ടറി സപ്പോർട്ട് ഓഫീസിലേക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക.
ചെയ്യുക, ഇങ്ങനെ ഒരു സ്പില്ല് നടന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ലോ ടോക്സിസിറ്റി ഉള്ള സോളിഡ്സ് ആണെങ്കിൽ ബ്രൂം യൂസ് ചെയ്ത് അല്ലെ ഡസ്റ്റ് പാൻ യൂസ് ചെയ്ത് നമ്മളത് അതാത് കണ്ടെയ്നേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വേസ്റ്റ് കണ്ടെയ്നേഴ്സിൽ അതിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യുക. അതുപോലെ തന്നെ അത് ഹൈലി ടോക്സിക് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ വാക്വം ക്ലീനർ യൂസ് ചെയ്ത് നമ്മൾ അതിനെ റിമൂവ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെല്ലാം തന്നെ നമ്മൾ ഡിസ്പോസൽ സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്പോസൽ പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കെമിക്കൽ സ്റ്റോറേജ് അതിൻ്റെ ഹാൻഡ്ലിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ബയോസേഫ്റ്റി ലബോറട്ടറീസിൽ വർക്ക് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ മൈക്രോബയോളജി ലാബ് കേട്ടോ. മൈക്രോബയോളജി ലാബിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്. കാരണം എന്താണ്, അവിടെ നമ്മൾ ബയോളജിക്കൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണല്ലേ, അതിന് ജീവനുണ്ടല്ലേ, മൈക്രോ ഓർഗാനിസം ആണ്, അത് ഡിസീസ് കോസിങ് ആയിരിക്കാം ചിലപ്പോൾ അല്ലേ. അപ്പോൾ അത്രയും കെയർ എടുത്തിട്ട് വേണം നമ്മൾ മൈക്രോബയോളജി ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ അത്രയും സേഫ് ആയിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ പ്രൈമറി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ബയോളജിക്കൽ സേഫ്റ്റി ഈസ് കണ്ടെയ്ൻമെന്റ് അല്ലേ. ആ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ എന്താണ് ആ ഒരു ഫുൾ കണ്ടാമിനേഷനെ നമ്മൾ കണ്ടെയ്ൻ ചെയ്യണം അല്ലേ. അതിനെ പുറത്തേക്ക് വിടാനായിട്ടുള്ള ഒരു സാധ്യതയും നമ്മൾ കൊടുക്കരുത്, അല്ലെ അതിനെ അനുവദിക്കരുത് അല്ലേ, ആ ഒരു ഹസാർഡ് പുറത്തേക്ക് പോകാനായിട്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ബയോളജിക്കൽ സ്പെസിമെനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത്രത്തോളം കെയർ എടുത്തിട്ട് വേണം അല്ലേ നമുക്കുണ്ടാവുന്ന ആ ഒരു ഹസാർഡിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ നമ്മൾക്കും നമ്മുടെ എൻവയോൺമെന്റിലേക്കും ഒന്നും തന്നെ ആ ഒരു ബയോളജിക്കൽ ഏജന്റ് ഹാർംഫുൾ ആകാത്ത രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് വേണം നമ്മൾ ആ ഒരു ബയോളജിക്കൽ സ്പെസിമെനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് പ്രിക്കോഷൻ ആണ് എടുക്കേണ്ടത്, വാഷ് യുവർ ഹാൻഡ്സ് തറവലി. അതാണ് ആദ്യം തന്നെ എടുക്കേണ്ട പ്രിക്കോഷൻ. എപ്പോഴൊക്കെയാണ് നമ്മൾ വാഷ് ചെയ്യേണ്ടത് ഹാൻഡ്സ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ വർക്കിംഗ് വിത്ത് എനി ബയോളജിക്കൽ ഹസാർഡ് അല്ലെ, അല്ലെങ്കിൽ ഒരു ബയോ ഹസാർഡ് അല്ലെങ്കിൽ ഒരു ഓർഗാനിസമായിട്ട് നമ്മൾ എപ്പോഴൊക്കെ കോണ്ടാക്റ്റിൽ വരുന്നു അതിന് മുന്നേയും അതിന് ശേഷവും നമ്മൾ ഹാൻഡ്സ് നല്ല രീതിയിൽ തന്നെ കഴുകുക. അതുപോലെ തന്നെ എപ്പോഴാണ് കഴുകേണ്ടത്, ആഫ്റ്റർ റിമൂവിങ് ഗ്ലൗസ് റിമൂവ് ചെയ്തതിന് ശേഷം കഴുകുക, ലബോറട്ടറി കോട്ട് റിമൂവ് ചെയ്തതിന് ശേഷം കഴുകുക. അതുപോലെ തന്നെ എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ഒക്കെ നമ്മൾ ലാബ് കോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോത്തിങ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷവും നമ്മൾ കൈ നന്നായിട്ട് കഴുകുക. അപ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ കൈ കഴുകുന്നത്, ആദ്യം തന്നെ ഒരു ബയോളജിക്കൽ മെറ്റീരിയലുമായിട്ട് നമ്മളുടെ കയ്യിൽ കോണ്ടാക്ട് വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ വാഷ് ചെയ്തിരിക്കണം. ഇനി നമ്മളുടെ ഗ്ലൗസ് ഊരുമ്പോൾ കോട്ട് ഊരുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ കൈ കഴുകണം. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്നതിനും കുടിക്കുന്നതിനും സ്മോക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് അപ്ലൈ ചെയ്യുന്നതിനും ഒക്കെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന അല്ലെങ്കിൽ റെസ്റ്റ് റൂമിലേക്ക് പോകുന്ന സമയത്തെല്ലാം തന്നെ നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം അല്ലേ. അതുപോലെ തന്നെ ലബോറട്ടറി ഏരിയ ലീവ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുഖത്തോ ഹാൻഡിലോ അല്ലെങ്കിൽ ഫേസിലോ ഒന്നും നമ്മൾ ടച്ച് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. കാരണം നമുക്ക് അറിയില്ല, ഇതെല്ലാം മൈക്രോ ഓർഗാനിസംസ് ആണ് അല്ലേ, ഇച്ചിരി ഉള്ളൂ. കാരണം അതുകൊണ്ട് നമുക്ക് അറിയില്ല നമ്മുടെ കയ്യിലുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നമ്മൾ അത്രയും പ്രിക്കോഷൻ എടുക്കുക, നമ്മൾ മുഖത്തിൽ വായിൽ ഒന്നും നമ്മൾ കൈ വെച്ച് ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെന്താണ്, ഈ ഒരു വർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, സ്മോക്ക് ചെയ്യാതിരിക്കുക, കോസ്മെറ്റിക്സ് അപ്ലൈ ചെയ്യാതിരിക്കുക കേട്ടോ. വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഇതൊന്നും അപ്ലൈ ചെയ്യാൻ, കോസ്മെറ്റിക്സ് ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നേരത്ത് ഇടണമെന്നുണ്ടെങ്കിൽ, നിർബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രത്യേക റെസ്റ്റ് റൂംസ് ഉണ്ട്, അവിടെ പോയിട്ട് മാത്രം ചെയ്യുക. ഒരിക്കലും മൈക്രോബയോളജി ലാബിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ കൈ എപ്പോഴൊക്കെയാണ് വാഷ് ചെയ്യേണ്ടത്, ഒരു ബയോ ഹസാർഡുമായിട്ട് നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷവും അതിന് മുന്നേ നമ്മൾ കഴുകിയിരിക്കണം. നമ്മുടെ ഗ്ലൗസ് ലാബ് കോട്ടൊക്കെ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ നന്നായി കഴുകിയിരിക്കണം. അതുപോലെ തന്നെ ലബോറട്ടറിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ നമ്മൾ നന്നായി കൈ വാഷ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, കഴിക്കുന്നതിനും ഡ്രിങ്ക് ചെയ്യുന്നതിനും സ്മോക്ക് ചെയ്യുന്നതിനും കോസ്മെറ്റിക്സ് അപ്ലൈ ചെയ്യുന്നതിനും ഒക്കെ മുന്നേ തന്നെ നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഫേസിലോ മുഖത്തിലോ ഒന്നും നമ്മൾ വാഷ് ചെയ്യാത്ത ഹാൻഡ് കൊണ്ട് ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ.
ഇനി എന്താണ് ആ ഒരു ബയോളജിക്കൽ ഏരിയ അല്ലെങ്കിൽ മൈക്രോബയോളജിയിൽ നിൽക്കുമ്പോൾ എന്തെല്ലാം ക്ലോത്തിങ് ഗൈഡൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നോക്കാം. എപ്പോഴും നമ്മൾ ലാബ് കോട്ട് യൂസ് ചെയ്തിട്ട് വേണം, ഗ്ലൗസും ലാബ് കോട്ടും ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ബയോളജിക്കൽ ഏജൻസുമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. എപ്പോഴും ഗ്ലൗസ് യൂസ് ചെയ്യുക. ആ ഗ്ലൗസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഫുൾ കൈയുള്ള ലാബ് കോട്ട് തന്നെ യൂസ് ചെയ്യുക. ആ ഫുൾ കൈ വരുന്ന ആ ഒരു കഫ് ഏരിയ ഉണ്ടല്ലോ, ആ ഒരു കഫ് ഏരിയയുടെ പുറത്തുകൂടി ഗ്ലൗസ് ഇടുമ്പോൾ ആ ഒരു കോട്ട് കോട്ടിന് മുകളിൽ കൂടെ ഫുൾ ലെങ്ത് ഉള്ള കോട്ട് അതിന് മുകളിൽ കൂടെ തന്നെ ഗ്ലൗസ് കയറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ഒരു നമ്മുടെ എന്താണ് ലാബ് കോട്ടിന്റെ ആ ഒരു സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായിട്ടല്ല നമ്മൾ ഗ്ലൗസ് കയറ്റിയിടേണ്ടത്. ആ ഒരു ലാബ് കോട്ടിന്റെ എൻഡ് വന്ന് നിൽക്കുന്നതിന് പുറമേ കൂടെ വേണം നമ്മൾ ഗ്ലൗസ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് കോണ്ടാക്ട് ലെൻസോ ഒന്നും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഫെക്റ്റിയസ് ഏജന്റുമായിട്ട് ഡീൽ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. പിന്നെന്താണ് ഗ്ലൗസ് പീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻസൈഡ് ഔട്ടായിട്ട് പീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരിക്കലും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചൂരി കളയാതെ അതിനെ ജസ്റ്റ് റോൾ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പിടിച്ച് പുറത്തേക്ക് വലിക്കുക കേട്ടോ. അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ വലിച്ച് ഊരി അത് പുറത്തൂടെ പിടിച്ച് വലിച്ചൂരാനായിട്ട് ശ്രമിക്കാതിരിക്കുക. അതുപോലെ തന്നെ എന്താണ് നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ക്ലോത്തിങ്സ് അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നമ്മൾ ഇടുന്ന ക്ലോത്തിങ്സ് ഒന്നും ഇട്ടുകൊണ്ട് നമ്മൾ ലബോറട്ടറി ഏരിയയിലോട്ട് അല്ലെങ്കിൽ മൈക്രോബയോളജി ലാബിലേക്ക് പ്രവേശിക്കാനായിട്ട് പാടില്ല. അത് പുറമേ നിന്നുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കൊണ്ടുവരും. അതുപോലെ തന്നെ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ഈ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസം കൂടെ പുറമേലോട്ട് പോകുമ്പോൾ എപ്പോഴും ലാബ് കോട്ട് യൂസ് ചെയ്ത് മാത്രം നമ്മൾ ലാബിൽ അല്ലെങ്കിൽ മൈക്രോബയോളജി ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുക കേട്ടോ. ലാബിലും മൈക്രോബയോളജി ലാബിലും എല്ലാം തന്നെ നമ്മൾ ലാബ് കോട്ട്, ഗ്ലൗസ്, പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് എല്ലാം യൂസ് ചെയ്ത് ഹെയർ ക്യാപ്പ് എല്ലാം യൂസ് ചെയ്ത് വേണം നമ്മൾ നിൽക്കാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മൾ മൈക്രോബയോളജി ലാബിൽ ഇൻഫെക്റ്റിയസ് ആയിട്ടുള്ള ലിക്വിഡ് മെറ്റീരിയൽസ് അല്ലെ, ലിക്വിഡ് ഇൻഫെക്റ്റിയസ് മെറ്റീരിയൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരിക്കലും മൗത്ത് പിപ്പറ്റിംഗ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. യൂസ് ഓൾവേസ് മെക്കാനിക്കൽ പിപ്പറ്റിംഗ് ഡിവൈസ്. എക്സാമ്പിൾ പിപ്പറ്റ് എയ്ഡ്, പിപ്പറ്റ് മാൻ അല്ലെ പിപ്പറ്റ് ബൾബ് ഇതുപോലുള്ള ഡിവൈസ് യൂസ് ചെയ്ത് മാത്രം നമ്മൾ മൈക്രോബയോളജി ചെയ്യുമ്പോൾ പിപ്പറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഓർഗാനിസം നമ്മുടെ ഉള്ളിൽ ചെല്ലാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള സ്റ്റെഫൈലോകോക്കസ് അല്ലെ സ്ട്രെപ്റ്റോകോക്കസ് പോലുള്ള ഓർഗാനിസംസ് നമ്മുടെ ഒരു പ്ലേറ്റിങ്ങിലോട്ട് വരാനും അത് ഇറർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ മൗത്ത് പിപ്പറ്റിംഗ് മൈക്രോബയോളജി ലാബിൽ ചെയ്യാനായിട്ട് പാടില്ല. കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോഴും മൗത്ത് പിപ്പറ്റിംഗ് ചെയ്യാനായിട്ട് പാടില്ല. കെമിക്കൽസ് നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയിസൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്രോബയോളജി ചെയ്യുമ്പോൾ ഒരിക്കലും എന്താണ് മൗത്ത് പിപ്പറ്റ് ചെയ്യരുത്. യൂസ് മെക്കാനിക്കൽ പിപ്പറ്റിംഗ് ഡിവൈസ് യൂസ് ചെയ്ത് മാത്രം പിപ്പറ്റ് ചെയ്യുക. ഇനി എയറോസോൾ ജനറേഷൻ നമ്മൾ മിനിമൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കൾച്ചർ അല്ലെങ്കിൽ സൂപ്പർനെറ്റിൻ്റെ അല്ലെങ്കിൽ അതൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്ട്രീക്ക് ചെയ്യും പ്ലേറ്റ്സ് നമ്മൾ സ്ട്രീക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം തന്നെ ഇങ്ങനെയുള്ള കൾച്ചർ വരുന്നത് അല്ലെങ്കിൽ ഓർഗാനിസം വരുന്ന അല്ലെങ്കിൽ ഓർഗാനിസം വരാൻ ചാൻസ് ഉള്ള എന്ത് തരം വർക്ക് നമ്മൾ കണ്ടക്ട് ചെയ്താലും അതെല്ലാം തന്നെ സേഫ്റ്റി ക്യാബിനറ്റ്സിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സേഫ്റ്റി ക്യാബിനറ്റ്സ് എക്സാമ്പിൾ ലാമിനാർ എയർ ഫ്ലോ ഒക്കെ ഇല്ലേ, നമ്മൾ മൈക്രോബയോളജി കൾച്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്ലേറ്റിംഗ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ലാമിനാർ എയർ ഫ്ലോയിൻ്റെ ഉള്ളിലിരുന്ന് മാത്രം ചെയ്യുക കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു ബർണർ ഉണ്ടായിരിക്കണം. അത് 0.5 മീറ്റർ റേഡിയസിലുള്ള ഒരു ബർണറിൻ്റെ അടുത്തിരുന്ന് വേണം നമ്മൾ കൾച്ചർ ഓപ്പൺ ചെയ്യാനും അതിനെ സ്ട്രീക്ക് ചെയ്യാനും എല്ലാം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡീകാൻഡിങ് അല്ലെങ്കിൽ ട്രാൻസ്ഫറിങ് ഓഫ് കൾച്ചർ ഇൻ കോമൺ എക്യുപ്മെന്റ് റൂം. നമ്മൾ ഈ ഒരു മൈക്രോബയോളജിക്ക് ഏരിയയ്ക്ക് പുറത്തുള്ള ഒരിടത്തും തന്നെ ഇതിനെ നമ്മൾ ഡീകാൻഡ് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ ഒന്നും പാടില്ല കേട്ടോ. ഇങ്ങനെയുള്ള കൾച്ചേഴ്സിന് അത് ക്രോസ് കണ്ടാമിനേഷന് കാരണമാവും. അതുപോലെ തന്നെ ഈ ഇൻഫെക്റ്റിയസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ വാട്ടർ ബാത്തിൽ വെക്കുമ്പോൾ ആ വാട്ടർ ബാത്തിൽ നമ്മൾ ഒരു ഡിസിൻഫെക്റ്റൻറ്റും കൂടെ ഒഴിച്ചതിന് ശേഷം ഈ ഒരു ഇൻഫെക്റ്റിയസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ ട്യൂബ് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ട്യൂബ്സ് നമ്മൾ സെൻട്രിഫ്യൂജിൽ വെക്കുമ്പോൾ സെൻട്രിഫ്യൂജിൽ നമ്മൾ ട്യൂബ്സ് യൂസ് ചെയ്യും. ട്യൂബ്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള ട്യൂബ്സ് വേണം നമ്മൾ മൈക്രോബയോളജി ചെയ്യുന്ന സമയത്ത് സെൻട്രിഫ്യൂജിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ട്യൂബ്സിൽ വേണം നമ്മൾ ഓർഗാനിസത്തിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ
നമ്മൾ ഇതിന് വെളിയിലേക്ക് മൈക്രോബയോളജി ലാബിന് വെളിയിലേക്ക് നമ്മുടെ പ്ലേറ്റ് അല്ലെങ്കിൽ കൾച്ചറൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ പെട്രി പ്ലേറ്റ്സ് ഒക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം വരുവാണെങ്കിൽ എപ്പോഴും നമ്മൾ ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്ത് മാത്രം സാമ്പിൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക കേട്ടോ പുറത്തേക്ക്. ലാബിന് പുറത്തേക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സ് മാത്രം യൂസ് ചെയ്ത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സിറിഞ്ചും നീഡിലും ഒക്കെ പരമാവധി മൈക്രോബയോളജി ലാബിൽ നമ്മൾ യൂസ് ചെയ്യാതിരിക്കാം. ഇനി ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും ഒരു കൾച്ചറിനകത്തോ അല്ലെങ്കിൽ കൾച്ചർ ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൾച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് ഈ ഒരു നീഡിൽ അല്ലെങ്കിൽ സിറിഞ്ചൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട കുറച്ച് മാനുവൽസ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. എങ്ങനെയാണ് നീഡിൽസ് അല്ലെങ്കിൽ സിറിഞ്ചസ് ഒരിക്കലും ഉപയോഗിക്കരുത്, ഇൻ കേസ് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരുവാണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു നീഡിൽ ലോക്കിംഗ് അല്ലെങ്കിൽ ഡിസ്പോസിബിൾ നീഡിൽ യൂണിറ്റ് നമ്മൾ ഉണ്ടായിരിക്കണം കേട്ടോ ആ ഒരു ലാബിൽ. അതിൽ നമ്മൾ യൂസ് ചെയ്ത നീഡിൽസ് അപ്പം തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു നീഡിൽ നമ്മളുടെ ദേഹത്ത് സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ നീഡിൽ തട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ യൂസ്ഡ് സിറിഞ്ചസ് നമ്മൾ പാനിലേക്ക് ഇടുമ്പോൾ അതെന്താണ് ആ ഒരു നീഡിൽ സെപ്പറേറ്റ് ചെയ്തിട്ടല്ല ഇടേണ്ടത് കേട്ടോ. യൂസ്ഡ് ആയിട്ടുള്ള നീഡിൽസ് അങ്ങനെ തന്നെ പാനിലേക്ക് ഇടുക. അതിനുശേഷം അത് ഡിസ്പോസിബിൾ നീഡിൽ യൂണിറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു നീഡിൽ പൊട്ടിച്ച് കളയുക. അല്ലാതെ നമ്മുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ആ പാനിൻ്റെ അകത്ത് നീഡിൽ റിമൂവ് ചെയ്തല്ല ഒരു സിറിഞ്ച് ഇടേണ്ടത്. പകരം എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്തത് അതേ കണക്ക് തന്നെ പാനിലേക്ക് ഇടുക. അതിനുശേഷം അത് പിന്നീട് ഡിസ്പോസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അതിന് കാരണം എന്താ, നമ്മൾ ആ നീഡിൽസ് വരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ ആരുടെയെങ്കിലും കാലിലോ കയ്യിലോ ഒക്കെ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം പ്രശ്നമാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പിപ്പറ്റ് അല്ലെങ്കിൽ ഗ്ലാസ് വെയർസ് ഒക്കെ ഇരിക്കുന്ന ആ ഒരു പാനിലേക്ക് ഒരിക്കലും നമ്മൾ ഈ ഒരു യൂസ്ഡ് സിറിഞ്ചസ് ഇടാനായിട്ട് പാടില്ല കേട്ടോ. അത് ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ യൂസ് ചെയ്ത നീഡിൽ ഒരിക്കലും റീക്യാപ്പ് ചെയ്യരുത്. റീക്യാപ്പ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്തതാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ റീക്യാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈക്ക് കുത്തുകൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. പിന്നെ ഈ നീഡിൽസ് എല്ലാം തന്നെ എന്ത് ചെയ്യണം, അപ്രൂവ്ഡ് ഷാർപ്പ് കണ്ടെയ്നേഴ്സ്, ഷാർപ്സ് ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകം വേസ്റ്റ് ഡിസ്പോസൽ കണ്ടെയ്നർ വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ മാത്രം നീഡിൽസ് എല്ലാം ഇടുക കേട്ടോ. അപ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ലബോറട്ടറി ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് ഏരിയയിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ഫസ്റ്റ് തന്നെ ഡോർ എപ്പോഴും അടച്ചിട്ടിട്ട് വേണം നമ്മൾ മൈക്രോബയോളജി ലാബിൻ്റെ അകത്തിരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിലേക്ക് എല്ലാവരും ഒന്ന് കടത്തിവിടാനായിട്ട് പാടില്ല. ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് മാത്രമേ ആ ഒരു മൈക്രോബയോളജി ലാബിലേക്ക് പാടുള്ളൂ. കാരണം ഒരാൾ തന്നെ മതി. ആരാണോ മൈക്രോബയോളജി ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് മാത്രം ആ ഒരു ലാബിലേക്കുള്ള പ്രവേശനം അനുവദിച്ചാൽ മതി കേട്ടോ. അല്ലാതെ എല്ലാവരും ഒന്നും മൈക്രോബയോളജി ലാബിലേക്ക് കടത്തിവിടാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ വാർണിംഗ് സൈൻസ് ഒക്കെ ഈ ഒരു ലബോറട്ടറി ഡോറിന് മുന്നിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കണം കേട്ടോ. എന്താണ് ബയോളജിക്കൽ ഹസാർഡ്, ബയോ ഹസാർഡ്സിൻ്റെ സിംബൽസ് ഒക്കെയുള്ള വാർണിംഗ് ബോർഡ്സ് ഒക്കെ ഈ ഒരു ലബോറട്ടറിക്ക് ഡോറിന് ഫ്രണ്ടിലായിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തിരിക്കണം. ഇത് എന്തൊക്കെ ഹസാർഡാണ്, ഇത് അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അങ്ങോട്ടേക്ക് കടക്കരുത്, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ബോർഡൊക്കെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്താണ് കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽ ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സിൽ വേണം നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്ലേനിയസ് മെറ്റീരിയൽ, എക്സാമ്പിൾ എന്താണ് ബുക്ക്, ജേണൽ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളൊരു അനാലിസിസ് ചെയ്യുമ്പോൾ ബുക്കും ജേണലും ഒക്കെ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഇരിക്കുന്ന ബുക്കും ജേണലും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഈ ഒരു കണ്ടാമിനേറ്റഡ് ഏരിയയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് വേറൊരു ഏരിയയിൽ മാത്രം കീപ്പ് ചെയ്യുക കേട്ടോ. ഒരിക്കലും മൈക്രോബയോളജി ലാബിൻ്റെ അകത്ത് നമ്മുടെ റെക്കോർഡോ ബുക്കോ അല്ലെങ്കിൽ ജേണൽസോ ഒന്നും പ്ലേസ് ചെയ്യാതെ ഇരിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് റിഗ്രസ് ആയിട്ടുള്ള ഒരു ഡിസിൻഫെക്ഷൻ പ്ലാനും കൂടെ ഉൾപ്പെടുത്തുക. നമ്മുടെ മൈക്രോബയോളജിക്കൽ ഏരിയ ഇടയ്ക്കിടയ്ക്ക് ഡിസിൻഫെക്റ്റൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. കാരണം നമുക്കറിയില്ല, എയറിൽ തന്നെ എന്തോ ഒരു മൈക്രോ ഓർഗാനിസം ചിലപ്പം പ്രസൻ്റ് ആയിട്ട് വരും കേട്ടോ. നമ്മൾ കാരണം അതിലിങ്ങനെ ഇരുന്ന് മൈക്രോബയോളജി ചെയ്യുമല്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു എയർ കണ്ടാമിനേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 1-2 തവണ ഡിസിൻഫെക്റ്റൻറ്റും കൂടെ അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻറ്റ് ചെയ്യാനുള്ള പ്ലാനും കൂടെ തയ്യാറാക്കുക കേട്ടോ ആ ഒരു ഏരിയ. പിന്നെ ഈ ഒരു മൈക്രോബയോളജിക്കൽ ഏരിയയിൽ നിന്ന് എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് റിപ്പയറിങ്ങിന് വേണ്ടി കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആ ഒരു എക്യുപ്മെൻറ്റ് ഡിസിൻഫെക്റ്റൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കൊടുത്ത് പുറത്തേക്ക് വിടുക കേട്ടോ. അല്ലെങ്കിൽ പുറമേലേക്ക് പോയിട്ട് ആ ഒരു എക്യുപ്മെൻറ്റിൽ മൈക്രോ ഓർഗാനിസം ഇരുന്ന് അത് പുറമേലെത്തി അതൊരു വലിയ ഹസാർഡായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ മൈക്രോബയോളജി ലാബിൽ നിന്ന് എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് നമ്മൾ റിപ്പയറിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഡീകണ്ടാമിനേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കൊടുക്കുക പുറത്തേക്ക് കേട്ടോ. അതുപോലെ തന്നെ വർക്ക് സർഫസ് ഡെയിലി നമ്മൾ ഡീകണ്ടാമിനേറ്റ് ചെയ്യുക.
ചെയ്യണം. പിന്നെ ഓരോ സ്പില്ല് കഴിയുമ്പോഴും നമ്മൾ ഡീകണ്ടാമിനേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അതുപോലെ തന്നെ എന്താണ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഡീകണ്ടാമിനേറ്റ് ചെയ്യണം. ഡീകണ്ടാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റൻറ്റ് സൊല്യൂഷൻ എന്താണ്, അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? 70% എഥനോൾ ഓർ 5 to 10% സോഡിയം ഹൈപ്പോക്ലോറേറ്റ്, ബ്ലീച്ച് എന്ന് പറയും കേട്ടോ. ഈ 5 to 10% സോഡിയം ഹൈപ്പോക്ലോറേറ്റിനാണ് ബ്ലീച്ച് എന്നും കൂടെ പറയുന്നത്. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഒന്നെങ്കിൽ 70% എഥനോൾ അല്ലെങ്കിൽ 5 to 10% സോഡിയം ഹൈപ്പോക്ലോറേറ്റ് യൂസ് ചെയ്ത് നമ്മൾ ആ ഒരു ഏരിയ ഡിസിൻഫെക്റ്റൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കെമിക്കൽസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, അതെങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക, അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക, പിന്നെ കെമിക്കൽ സ്പിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, സ്പിൽസ് എത്ര ടൈപ്പ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു, അതെങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ ബയോളജിക്കൽ ഹസാർഡായിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോബയോളജിയിൽ മൈക്രോബയോളജി ചെയ്യുമ്പോൾ എന്തെല്ലാം സേഫ്റ്റി മെഷേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത് ഇതിൻ്റെ ഒരു പാർട്ട് 3യും കൂടെ ഉണ്ട്. നമ്മുടെ സേഫ്റ്റീനെ കുറിച്ചിട്ട്, ലബോറട്ടറി സേഫ്റ്റീനെ കുറിച്ചിട്ട് പാർട്ട് 3 കൂടെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.